ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനായി സമസ്തയടക്കമുള്ള മതസംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് INL. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയോട് സീറ്റ് ആവശ്യപ്പെട്ടതായും INL നേതൃത്വം സ്ഥിരീകരിച്ചു. നാഷണൽ സെക്യുലർ കോൺഫറൻസ് INLൽ ലയിക്കുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കോഴിക്കോട് നടന്നു. മാർച്ച് 30-ന് ലയന സമ്മേളനം നടക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി INLനെ കൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗമാക്കിയതോടുകൂടി ഞങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ ഒന്നായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. INLന്റെ മുന്നണി പ്രവേശനത്തിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പും ലയനം വേഗത്തിലാക്കിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു രണ്ട് പാർട്ടികളുടെയും നേതാക്കളുടെ വാക്കുകൾ. CPM നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ടതായി INL തുറന്നു സമ്മതിക്കുകയും ചെയ്തു. LDF യോഗം ഉണ്ടായിരുന്നു. ഞങ്ങൾ LDF നേതാക്കളെയൊക്കെ കണ്ടിരുന്നു. അനൗപചാരികമായി ഞങ്ങളുടെ സന്നദ്ധത താല്പര്യം അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമസ്ത APEK വിഭാഗങ്ങളുമായി കൂടിയാലോചനകൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞുവെച്ചു. രാഷ്ട്രീയപരമായ കാര്യമാകുമ്പോൾ ആശയവിനിമയമൊക്കെ നടത്തും, അതിന് സംശയമൊന്നുമില്ല. ഇലക്ഷൻ വരുന്ന സമയത്ത് കിട്ടാവുന്ന എല്ലാ സഹായവും സഹകരണവും എല്ലായിടത്തുനിന്നും സ്വരൂപിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എൻ്റെ വിജയം തന്നെ അതിനൊക്കെ വലിയ ഒരു തെളിവല്ലേ. സമസ്തയുടെയും സഹായം നമുക്ക് കിട്ടും, ഒരു സംശയമില്ല. CPM നിർദ്ദേശപ്രകാരമല്ല ലയനമെന്ന് വിശദീകരിച്ച നേതാക്കൾക്ക് NSC MLA ആയ V അബ്ദുറഹ്മാനും സ്വതന്ത്രനായ കാരാട്ട് റസാഖും INLന്റെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുമായില്ല. മീഡിയ 1 കോഴിക്കോട്.